കാർഷിക രംഗത്ത് ജൈവ വിപ്ലവം സൃഷ്ടിക്കുന്നവർക്കിടയിൽ ഔഷധക്കൂട്ട് വളമാക്കി നേട്ടമുണ്ടാക്കുകയാണ് ഒരു കർഷകൻ. പാരമ്പര്യ വൈദ്യനും മികച്ച കർഷകനുമായ കോതമംഗലം കുട്ടമ്പുഴ സ്വദേശി വടക്കേക്കുടിയിൽ മത്തച്ഛനാണ് വേറിട്ട കൃഷിരീതിയിലൂടെ കാർഷിക രംഗത്ത് പുതുതരംഗം സൃഷ്ടിക്കുന്നത്. വീടിനു ചുറ്റും ഔഷധച്ചെടികൾ, പറമ്പ് നിറയെ ഔഷധക്കൂട്ട് വളമാക്കിയ വിവിധയിനം കാർഷിക വിളകൾ. പാരമ്പര്യ വൈദ്യം കൈമുതലാക്കിയ ഈ കർഷകന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരും ഒന്ന് അത്ഭുതപ്പെടും. വാദം കൊല്ലി, ഒടിച്ചുകുത്തി, അല്പം കരിനച്ചി, പോയിസൺ പച്ച, നാഗദന്തി, അണ്ണാൻതാളി തുടങ്ങി പഴക്കവും ചെന്ന വിവിധയിനം രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന അപൂർവ ഇനങ്ങളിൽപ്പെട്ട ഔഷധച്ചെടികൾ അലങ്കാര ചെടികൾക്ക് പകരം വീടിന് ചുറ്റും ഇടം പിടിച്ചിരിക്കുന്നു. അലങ്കാര ചെടികൾക്ക് പകരം ഔഷധച്ചെടികൾ എന്തിനെന്ന ചോദ്യത്തിന് ഇദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഈ മരുന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങളുടെ രോഗം മാറും എന്ന് പറഞ്ഞ വൈദ്യനല്ല. ഈ മരുന്ന് എവിടെയുള്ളതെന്ന് വെച്ചാൽ അവൻ പറിച്ചു കൊണ്ടു കൊടുക്കണം. നമുക്ക് അത്യാവശ്യമുള്ള ഈ പെരക്ക് ചുറ്റും ഉണ്ട്. കാർഷിക മേഖല ജൈവ കാർഷിക രംഗത്തേക്ക് വഴിമാറുന്നതിനിടെയാണ് അതിനുമതീതമായി ഔഷധക്കൂട്ട് വളമാക്കിയുള്ള കൃഷിരീതിക്ക് ഈ കർഷകൻ തുടക്കമിട്ടത്. ഇദ്ദേഹത്തിന്റെ പല പരീക്ഷണങ്ങളും ഇതിനോടകം തന്നെ ഫലപ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞു. ഒരു ചെടിയിൽ നിന്ന് 30 കിലോയിലധികം വിളവ് ലഭിക്കുന്ന കഷായ കപ്പ എന്നിവരിൽ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത കപ്പയ്ക്കും ഇന്ന് ആവശ്യക്കാരേറെയാണ്. പൂർണ്ണമായും ഔഷധച്ചെടികളും കഷായക്കൂട്ടുകളും വളമാക്കിയ ചേന, ചേമ്പ്, വാഴ, മധുരക്കിഴങ്ങ് തുടങ്ങി വിവിധയിനം കാർഷിക വിളകൾ വേറെയും. എന്തെങ്കിലുമൊക്കെ മരുന്നുണ്ടാക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഒഴിക്കും. വേനലായി കഴിഞ്ഞാൽ വേനക്ക് കഷായം ആഴ്ചയിൽ 3 ദിവസം നനയ്ക്കുള്ളൂ. 2 ദിവസം കഷായം ഒഴിക്കും, 1 ദിവസം പച്ചവെള്ളം ഒഴിക്കും. 50 സെന്റ് സ്ഥലത്തെ ഈ കൃഷിരീതിക്കും ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്കും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. നിരവധി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും ആയുർവേദ രംഗത്തെ ഗവേഷണ വിദ്യാർത്ഥികളും പഞ്ചായത്തിലെ തന്നെ മികച്ച കർഷകനായ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്താറുണ്ട്. എന്തായാലും പാരമ്പര്യ ചികിത്സയ്ക്കൊപ്പം കാർഷിക രംഗത്തെ പരീക്ഷണങ്ങൾ ഇനിയും തുടരാനാണ് ഈ കർഷകന്റെ തീരുമാനം. അലങ്കാര ചെടികൾക്ക് പകരം വീടിനു ചുറ്റും ഔഷധച്ചെടികൾ. പലർക്കും അത്ര ചിരപരിചിതമല്ലാത്ത ഈ ഔഷധച്ചെടികൾ വളമാക്കി മറ്റു കൃഷികൾ വേറെയും. ചുരുക്കത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഈ കർഷകൻ. ക്യാമറാമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.